ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ പ്രൊമോയിൽ വരാൻ പോണത്. വേറൊന്നുമല്ല, അങ്ങനെ ശ്രുതിയും എനിക്കേം കൂടി കൂടിയിട്ട് ഷ്യാമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാട്ടോ. ഷ്യാം ആണെങ്കിൽ ഇവര് വേറെ ആരും കണ്ടുപിടിക്കാതിരിക്കാനും അതുപോലെ ഫോളോ ചെയ്യാതിരിക്കാനും ഷ്യാമാണ് നാളെ ഇതിന്റെ പുറകിൽ നിന്ന് മനസ്സിലാവരുതല്ലോ, അതിനു വേണ്ടി ഷ്യാം വേറൊരു വാഹനത്തിലാണ് കയറി പോകുന്നത്. അപ്പൊ ശ്രുതിയുടെ അടുത്ത് എനിക്ക് ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ വേറൊരു വാഹനത്തിൽ കയറി പോണത്? അതെന്താ അയാളുടെ കാർ എടുക്കാതെ വേറെ കാർ എടുക്കുന്ന ചോദിക്കുമ്പോ അറിയില്ല എനിക്ക് ചേട്ടാ. അയാളെ നമുക്ക് പിടിക്കാൻ ശ്രുതി കുട്ടി എന്ന് പറഞ്ഞിട്ട് അവർ ആ വണ്ടി ഫോളോ ചെയ്യണം. അങ്ങനെ കുറച്ചു ദൂരം ഫോളോ ചെയ്ത് കഴിയുമ്പോഴേക്കും കാർ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഷ്യാം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാർ എടുക്കാൻ വേണ്ടി ഷ്യാം വരുന്നില്ല. അതെന്തായിരിക്കും എനിക്ക് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഇയാളുടെ ഉദ്ദേശം എന്താന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. ഇയാൾ ഇതുവരെ പണമൊന്നും ആവശ്യപ്പെട്ടില്ല. അശ്വിൻ സാറിന് ഇപ്പോഴും ഗുണ്ടകളുടെ അടുത്ത് തന്നെയാണ്, തടവിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് പൈസ ഒന്നും ആവശ്യപ്പെട്ടു പോലും ഇല്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും അശ്വിൻ സാറിനെ അന്വേഷിക്കില്ലേ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവില്ലേ എനിക്ക് ചേട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് പറയണ്ട്. അതാ ശ്രുതി എനിക്കും മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കായിരുന്നു. അശ്വിൻ ബ്രോനെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് മോചിപ്പിക്കായിരുന്നു. ഇതിപ്പോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണല്ലോ എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ സച്ചിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സച്ചിയേട്ടന് അശ്വിൻ സാറിനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ പേടിക്കൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, അശ്വിൻ ബ്രോയുടെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ, അതൊരു ട്രാക്ക് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. പിന്നെ ഈ ഷ്യാമിന്റെ ഓരോ കുരുട്ടുബുദ്ധിയനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം എനിക്ക് ചേട്ടാന്ന് പറയാണ്. അതിനുശേഷം ഷ്യാം ആണെങ്കിൽ മനസ്സ് വിചാരിക്കുകയാണ്, അങ്ങനെ ശ്രുതിക്ക് അശ്വിനോട് ദേഷ്യമൊക്കെ ഉണ്ടെന്ന് ശരി തന്നെയാണ്, പക്ഷെ അവളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തിൽ അവൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ എന്തായാലും അശ്വിൻ വിളിച്ച കാര്യം പറയണ വരെ അവളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട എന്ന് ഷ്യാം മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ വിളിച്ച കാര്യം പറയുന്നുമില്ലല്ലോ. അങ്ങനെയാണ് ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് അഞ്ജലിയുടെ റൂമിൽ ഒരു ഒച്ച കേൾക്കുവാട്ടോ, ഒരു ശബ്ദം കേൾക്കണം അഞ്ജലിയുടെ റൂമില്. നോക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കുമ്പോ കുറെ ട്രെയിൻ പോണ ഒച്ച, പിന്നെ അമ്പലത്തിന്റെ മണിയുടെ ഒച്ച. ഇതെന്താ ഈ ഒച്ച എന്ന് അഞ്ജലി ഇങ്ങനെ, അതായത് നമ്മുടെ ഷ്യാം കൊടുത്തില്ലേ ഭക്തിഗാനങ്ങളാണ്, മ്യൂസിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കേസറ്റ് കൊടുത്തല്ലോ, ആ കേസറ്റ് മാറിപ്പോയതാണ് കേട്ടോ. അപ്പൊ അഞ്ജലി ഇങ്ങനെ വിചാരിക്കണ്ടേ, ഇതെന്താ ഈ കേസറ്റ്, പാട്ടൊന്നുമില്ലല്ലോ, കുറെ ട്രെയിൻ പോണ ഒച്ച മാത്രമേ ഉള്ളൂല്ലോ എന്ന് അഞ്ജലി വിചാരിക്കണ്ട്. അപ്പൊ ഈ ഒച്ച ശ്രുതി ശരിക്കും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഈ ട്രെയിൻ പോണ ഒച്ച മണിനാഥം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, അശ്വിൻ സാർ ഇന്നലെ വിളിച്ചപ്പോ. ഓഹോ, അപ്പൊ അത് ഷ്യാമിന്റെ ആ ഒരു ഡ്രാമയായിരുന്നു. നമുക്ക് സ്ഥലം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഷ്യാം കളിപ്പിച്ച ഡ്രാമ തന്നെയാണ്. അപ്പൊ ഷ്യാമിന് എന്നെ പൂർണ്ണമായിട്ട് വിശ്വാസമായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അയാളെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽ ഏർപ്പെടുത്തിയേ പറ്റൂ. എന്തായാലും ഇതൊരു ഫേക്ക് ഡ്രാമയാണെന്ന് മനസ്സിലായി. എന്നിട്ട് എനിക്കെടുത്ത് പറയണ്ടേ എനിക്ക് ചേട്ടാ, ഞാനിന്നലെ പറഞ്ഞില്ലേ അശ്വിൻ സാർ വിളിച്ച സമയത്ത് ട്രെയിനിന്റെ ഒച്ചയും മണിനാഥമൊക്കെ കേട്ടെന്ന്, അമ്പലത്തിന്റെയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഈ ബിൽഡിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെയാ. അത് നമ്മളെ ഷ്യാം കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഡ്രാമ മാത്രമായിരുന്നു. എന്തൊക്കെയാ ശ്രുതിക്കുട്ടി നീ പറയണത്? അതെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അയാളത് കേസറ്റിൽ റെക്കോർഡ് ചെയ്ത ശബ്ദമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കേസറ്റ് മാറിയതേ അഞ്ജലിയുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ആ ശബ്ദം കേട്ടു എന്ന് പറയാണ്. ഇയാൾ ഭയങ്കര ബുദ്ധിമാൻ തന്നെയാണല്ലോ ശ്രുതി എന്ന് പറയുമ്പോ, അതെ വക്കീലല്ലേ, അത് ക്രിമിനൽ വക്കീല്, എല്ലാ ബുദ്ധിയും അയാളുടെ അടുത്തുണ്ട്. എന്തായാലും ഇനി അയാളെ വിശ്വാസം പിടിച്ചു പറ്റിയേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് പറയണ്ട്, ശ്രുതി ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ, നീ തെറ്റിദ്ധരിക്കരുത്. എന്താ എനിക്ക് ചേട്ടാ എന്റെ കൂടെ ഇത്രയും ദിവസം കൂടെ നിന്നതല്ലേ, എനിക്ക് ചേട്ടക്ക് എന്ത് വേണമെങ്കിൽ എന്നോട് പറയാലോ. അതിന് ഷ്യാമിനടുത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മിങ്കിൾ ചെയ്യണം എന്ന് പറയാണ്. എനിക്ക് ചേട്ടൻ എന്താ ഉദ്ദേശിക്കണത്? അതായത് അയാളുടെ അടുത്ത് ഒരുപാട് അടുപ്പം കാണിക്കണം നീ. അതായത് നീ ഇപ്പൊ സംസാരത്തിൽ മാത്രമേ അടുപ്പം കാണിക്കണത്, അയാളുടെ കയ്യിൽ പിടിക്കുക, അതുപോലെ തന്നെ അയാളുടെ കുറച്ച് അട്രാക്ഷൻ വരുന്ന രീതിയിലേക്ക് സംസാരിക്കണമെന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കുള്ള വെറുപ്പാണെന്നൊക്കെ പറയാണ്. എനിക്ക് മനസ്സിലായി ശ്രുതി, എനിക്കും ഇത് നിന്നോട് പറയാനൊരു വിഷമമുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചേ പറ്റൂ, അതിനുവേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയണം. അങ്ങനെ ശ്രുതി കുറച്ചുകൂടി അടുപ്പം ഷ്യാമിനോട് കാണിക്കാട്ടോ. അത് ഷ്യാമിന എന്തോ ഒരു സാധനം, പായസമാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പാത്രത്തിൽ കൊടുക്കും. അത് ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഷ്യാമിനെ കൊടുക്കുകയാണ്. അപ്പൊ ഷ്യാം ഇങ്ങനെ ഇത് മേടിക്കാൻ പോകുമ്പോഴേക്കും ഞാൻ പായസമാണെന്ന് പറയാം. അപ്പൊ പായസം മേടിക്കാൻ പോകുമ്പോൾ ശ്രുതി പറയും, ഷ്യാം സർ ഞാൻ പായസം സാധനം വായിലിട്ട് തരട്ടെ എന്ന് പറയാം, ടീസ്പൂണിൽ കോരി തരട്ടെ എന്ന് പറയുമ്പോൾ ഷ്യാമിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടു, ആ ടീച്ചർ എന്റെ ശ്രുതി തന്നെയാണ് ഈ പറയേണ്ടത് എന്ന രീതിയിൽ. അങ്ങനെ ശ്രുതി പറയും, ഓ ഓഫ് കോഴ്സ് ശ്രുതി, നീ എനിക്ക് കോരി തന്ന എനിക്ക് അതിലേറെ സന്തോഷം വേറെ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഷ്യാമിന് ആ പായസം വായിൽ ഇങ്ങനെ കോരി കൊടുക്കുക കേട്ടോ. അവർ
റൂമില് ശ്യാമും ശ്രുതി മാത്രമേ ഉള്ളൂ. ശ്യാമാണെങ്കിൽ ശ്രുതിനെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ആ പായസം ഫുള്ളും ശ്യാമിനെ ഇങ്ങനെ കോരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് പായസമാണോ കഞ്ഞിയാണോന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനെ കോരി കൊടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അഞ്ജലി റൂം തുറക്കണതും ഈ സീനാണ് അഞ്ജലി കാണുന്നത്. അത് കാണുന്നത് അഞ്ജലിക്ക് ചെറിയൊരു ഷോക്ക് പോലെ ആവുന്നുണ്ട് ട്ടോ. ഇതെന്താ ഇങ്ങനെ എന്ന രീതിയിൽ, അത് റൂം അടച്ചു വിട്ടിട്ടുണ്ട് ഇവര്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി പറയേണ്ട അത് ശ്യാമേട്ടൻ പെട്ടെന്ന് ഫോണിൽ ബിസി ആയപ്പോഴേക്കും ഞാൻ വെറുതെ ഇങ്ങനെ പ്രസാദം കൊടുത്തന്നേ ഉള്ളൂ എന്നൊക്കെ രീതിയിൽ ശ്രുതി അവിടെ നിന്ന് പോവാണ്. അപ്പൊ അഞ്ജലി ആ കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലിരിക്കും. പക്ഷെ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ വന്നു തുടങ്ങി കേട്ടോ. അതായത് ഇവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന രീതിയിൽ സംശയം അഞ്ജലിക്ക് വന്നു തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ശ്രുതിയും അശ്വിനും അശ്വിനല്ല ശ്യാമും അഞ്ജലി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണിരിക്കുന്ന സമയത്ത് ശ്യാമിന്റെ ആ ഒരു ലോക്കറ്റ്, അതായത് ലോക്കറ്റ് അല്ല, ശ്യാമിന്റെ മാല, സ്വർണത്തിന്റെ മാലയിൽ ഒരു ആനക്കൊമ്പ് പോലത്തെ ലോക്കറ്റ് ഇല്ലേ, അത് ശരിക്കും ആ ലോക്കറ്റ് അല്ല, അതൊരു പെൺഡ്രൈവ് ആണ് കേട്ടോ. അപ്പൊ അതിലാണ് ഈ രേഖകളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ പെൺഡ്രൈവ് ആണത്. അപ്പൊ അത് ആർക്കും അറിയില്ല. പക്ഷെ നാളെ ശ്യാമിന്റെ ആ ലോക്കറ്റിൽ കുറച്ച് വെള്ളമാവും. ആ വെള്ളം ആകുമ്പോഴേക്കും ശ്യാം ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കും കേട്ടോ. ഓ വെള്ളമായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോക്കായിട്ട് ദേഷ്യമൊക്കെ വരും ശ്യാമിന്. അപ്പൊ എനിക്കും അതുപോലെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട്, ഒരു ലോക്കറ്റിൽ കുറച്ച് വെള്ളമായതിനാ എന്തിനാ അയാൾ ഇങ്ങനെ ടെൻഷൻ ആവണത് എന്നിവരിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ശ്രുതി അടുത്ത് പറയണ്ട എനിക്ക്, അപ്പൊ ആ ലോക്കറ്റിൽ എന്തൊക്കെയോ രഹസ്യമുണ്ട് ശ്രുതി, ആ രഹസ്യം നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി ആ ലോക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്യാമിന്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് കയ്യിലൊരു പ്രൊമോല് കാണിച്ചില്ല, കയ്യിലൊരു കറുത്ത ചരടായിട്ട് ശ്രുതി പോകുന്നത്. ആ കറുത്ത ചരട് ശ്യാമിന്റെ കഴുത്തിൽ കെട്ടുന്നതോട് കൂടി തന്നെ ആ ശ്യാമിന്റെ കഴുത്തിൽ ആ ലോക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നോക്കണം കേട്ടോ. അതിനാണ് കറുത്ത ചരട് കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ലോക്കറ്റ് ശ്രുതി കൈക്കലാക്കുന്നുണ്ട്. ശ്രുതി ആ ലോക്കറ്റ് കടിക്കുന്നുണ്ട്, പറിക്കുന്നുണ്ട്, നിലത്തിട്ട് ഉരട്ടുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ശ്രുതിക്ക് ദേഷ്യം വരും കേട്ടോ. ഈ ലോക്കറ്റുകൾ ഒന്നുമില്ല, വെറും ഒരു ആനക്കൊമ്പ് ലോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുമ്പോഴാണ് അതിങ്ങനെ പൊട്ടണല്ല, അതിങ്ങനെ ഇതാവും, സ്പ്ലിറ്റ് ആകുമ്പോഴാണ് പെൺഡ്രൈവ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ എനിക്ക് പറയും ഇത് പെൺഡ്രൈവ് ആണെന്ന് പറയും. അങ്ങനെ ആ പെൺഡ്രൈവ് കുത്തുമ്പോഴാണ് ശ്യാമിന്റെ ശരിക്കുള്ള ഉദ്ദേശം ഇവർക്ക് മനസ്സിലാവുന്നത്. അതായത് ആ ഒരു ശ്യാമിന്റെ ആ ഒരു ലാപ്ടോപ്പിൽ ഫുള്ളും വിൽപത്രങ്ങളുടെ കോപ്പിയാണ്. അതായത് അശ്വിന്റെ സ്വത്തുക്കളെല്ലാം ശ്യാമിന് എഴുതി കൊടുത്തേക്കണ വിൽപത്രമാണ്. എല്ലാം എഴുതി വെച്ചേക്കാണ് ശ്യാം. അത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ശ്യാമിന്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും കിട്ടും. അങ്ങനെയാണ് ശ്രുതിയും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കണത് ഇയാൾക്ക് വേണ്ടത് പണമോ ഒന്നുമല്ല, സ്വത്തുക്കൾ, അതായത് പൂർണ്ണ സ്വത്തുക്കൾ. ഒരു തരി 10 പൈസ പോലും അശ്വിനും അഞ്ജലിക്കും ആ വീട്ടിൽ ആർക്കും ഇല്ല. ഫുൾ സ്വത്തുക്കൾ ഇയാളുടെ പേരിലാക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ശ്രുതിക്കും എനിക്കൊക്കെ അപ്പോഴാട്ടോ മനസ്സിലാവണത്. അത് മാത്രമല്ല, ഈ ശ്യാമിന്റെ പാസ്വേഡ് ഉണ്ടല്ലോ, അത് ഐ ലവ് യു ശ്രുതി എന്നാണ് കേട്ടോ. അപ്പൊ നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ ഇവർ ഈ പാസ്വേഡ് അന്വേഷിച്ചെടുക്കുന്ന ഭാഗങ്ങളായിരിക്കും. ആ പാസ്വേഡ് കിട്ടാൻ വേണ്ടി എനിക്ക് ഒരുപാട് കഷ്ടപ്പെടും കേട്ടോ. ഒളിക്യാമറ വെക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആ പാസ്വേഡ് കിട്ടുന്നത്. എന്തായാലും ശ്യാമിന്റെ പാസ്വേഡ് ഐ ലവ് യു ശ്രുതി എന്നാണ്. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാതെ ഒരു വിഷമാവും ശ്രുതിക്ക്. കാരണം വേറെ ഒന്നുമല്ല, ഈ അഞ്ജലിനെ എത്രമാത്രമാണ് അയാൾ ചതിക്കണത് എന്ന് ആലോചിച്ചിട്ട്. അപ്പൊ നാളത്തെ എപ്പിസോഡ് ഈ ശ്യാമിന്റെ പുറകിലുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ എക്സ്ട്രാ ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അശ്വിന്റെ ഭാഗങ്ങൾ നാളെ കാണിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ സച്ചിയുടെ ഭാഗങ്ങളും കാണിക്കില്ല. എന്നാലും സച്ചിയുടെ ഈ വീക്കെൻഡ് കാണിക്കുമെന്ന് എനിക്കിപ്പോ സംശയമാണ്. ചിലപ്പോൾ ഇനിയിപ്പോ അടുത്ത ആഴ്ച ഉണ്ടാവോ എന്നാണ് തോന്നുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.